നമുക്കെല്ലാം അറിയാം, നമ്മുടെ അഡ്രസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിൻ കോഡ് എന്ന് പറയുന്നത്. പിൻ കോഡ് വാസ്തവത്തിൽ ഒരു വലിയ ഏരിയനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പിൻ കോഡ് ഉപയോഗിച്ച് നമ്മുടെ മേൽവിലാസം കൃത്യമായി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായി വന്നിരിക്കുകയാണ് ഇന്ത്യൻ തപാൽ വകുപ്പ്. നമ്മുടെ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലൊക്കേഷൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് തപാൽ ഉൾപ്പെടെയുള്ള എല്ലാ കൊറിയർ സംവിധാനങ്ങളും കൃത്യതയോടെയും വേഗതയോടെയും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ തപാൽ വകുപ്പ് ഏറ്റവും പുതുതായി കൊണ്ടുവന്ന സംവിധാനമാണ് ഡിജിപിൻ അഥവാ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഇനി എന്താണ് ഡിജിപിൻ എന്ന് നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രദേശത്തെ 4x4 സ്ക്വയർ മീറ്റർ ചെറിയ ബോക്സുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ബോക്സിനും അല്ലെങ്കിൽ ഓരോ ഗ്രിഡിനും ഓരോ യുണീക്ക് 10 ഡിജിറ്റ് ആൽഫാന്യൂമറിക് കോഡ് അസൈൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീടോ സ്ഥാപനമോ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനും ഇത്തരത്തിലൊരു യുണീക്ക് കോഡ് ലഭിക്കുന്നതാണ്. ആ യുണീക്ക് കോഡാണ് ഡിജിപിൻ എന്ന് പറയുന്നത്. ഇതൊരു യുണീക്ക് കോഡായിരിക്കും, ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങളുടെ വീടോ സ്ഥാപനമോ സ്ഥിതി ചെയ്യുന്ന ആ പർട്ടിക്കുലർ ലൊക്കേഷനും ഇത്തരത്തിലൊരു 10 ഡിജിറ്റ് ആൽഫാന്യൂമറിക് ഡിജിപിൻ ലഭിക്കുന്നതാണ്. ഇതൊരു യുണീക്ക് കോഡായിരിക്കും, ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ അഡ്രസ്സിലെ ഡിജിപിൻ കൂടെ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലൊക്കേഷൻ കൃത്യമായിട്ട് വേഗത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഇ-കൊമേഴ്സ് ഡെലിവറികൾക്കാണ് ഇത് വളരെ യൂസ്ഫുൾ ആകുക. ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ ഇനി ഡിജിപിൻ കൈമാറിയാൽ മതിയാകും. ഇതോടെ സ്ട്രീറ്റിൻ്റെ പേരും വീട്ടുപേരും എല്ലാം പലവട്ടം തപ്പി പലവട്ടം കോൾ ചെയ്ത് വഴിതെറ്റി സാധനങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന കൊറിയറുകാരുടെയും അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെയും ബുദ്ധിമുട്ടിന് ഒരു പരിധിവരെ അവസാനമാകും. ഇ-കൊമേഴ്സ് ഡെലിവറികൾക്ക് മാത്രമല്ല ഡിജിപിൻ ഉപകാരപ്പെടുക. ഫയർഫോഴ്സ്, ആംബുലൻസ് പോലെയുള്ള അടിയന്തര സംവിധാനങ്ങൾക്ക് വേണ്ടിയും ഡിജിപിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ് തുടങ്ങിയവർക്ക് ഡിജിപിൻ കൈമാറുന്നതിലൂടെ കൃത്യമായി ലൊക്കേഷൻ കണ്ടെത്തി ഉടനടി തന്നെ അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ ഡിജിപിൻ ഉപകാരപ്പെടുന്നതാണ്. ഡിജിപിന്നുകൾ ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ള നാവിഗേഷൻ ആപ്പുകളിലേക്കും മറ്റ് GIS സിസ്റ്റങ്ങളിലേക്കും ഈ ഡിജിപിന്നിനെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് കൃത്യമായ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ളവയിലൂടെ കണ്ടെത്തുവാനും സാധിക്കും. നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡിജിപിൻ എന്താണ് എന്നുള്ളത് കണ്ടെത്താനുള്ള സംവിധാനം തപാൽ വകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഈസി ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡിജിപിൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡിജിപിൻ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നോ യുവർ ഡിജിപിൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് dac.indiapost.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ്റെ ആക്സസ് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പണായിട്ട് വന്നിരിക്കുന്ന കൺസേൺഡ് ജസ്റ്റ് ഐ കൺസേൺഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഡിജിപിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന 10 ഡിജിറ്റ് ആൽഫാന്യൂമറിക് കോഡാണ് നിങ്ങളുടെ ഡിജിപിൻ എന്ന് പറയുന്നത്. ഇവിടെ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കോഡിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിജിപിൻ്റെ QR കോഡ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിജിപിന്നിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. താഴെയായിട്ട് ഒരു ഷെയർ ബട്ടണും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഷെയർ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങളുടെ ഡിജിപിന്ന് വാട്സാപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ കൈവശം ഒരു ഡിജിപിൻ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിജിപിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനവും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിച്ച് ആ ഏരിയയുടെ ഡിജിപിൻ ഏതാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനവും ഈ വെബ്സൈറ്റിൽ തന്നെ തപാൽ വകുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഡിജിപിൻ എന്ന ഈ സംവിധാനം വരുന്നതോടെ തപാൽ വഴിയും മറ്റ് കൊറിയർ സർവീസുകൾ വഴിയും വരുന്ന പാഴ്സലുകൾ വളരെ വേഗത്തിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഡിജിപിൻ എന്ന ഈ സംവിധാനത്തെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ അത് വീഡിയോൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.